ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് കിട്ടിയ പ്രാർത്ഥനകളുടെ ശക്തി ഇപ്പം ഞാൻ പറയാതെ തന്നെ എല്ലാം യൂട്യൂബിലൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് വഴി കണ്ട് യാദൃശ്ചികവശാൽ കാണാൻ ഇടയായതും ദൈവമായിട്ട് എൻ്റെ ഭവനത്തിലേക്ക് വന്ന് അതിൽ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്താൻ ദൈവം എന്നെ സഹായിച്ച ആ ഒരു അത്ഭുത സാക്ഷ്യം ഇതുവഴി ഞാൻ പറയുന്നു. എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എൻ്റെ ഹൃദയംഗമം തൊട്ട് രീതിയിൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഭവനത്തിലും സംഭവിച്ച അത്ഭുതങ്ങളാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയായിട്ട് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ അത് ഒരാൾ പറഞ്ഞത് കേട്ടായാലും ഞാൻ ചെയ്ത് എനിക്കത് ഫലം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ 2 പ്രാർത്ഥനകൾ ഞാൻ പറയാം. ഒന്ന് ഫാദർ മാത്യു വയലമണ്ണിൽ അച്ഛൻ അനുഗ്രഹ റിട്രീറ്റ് സെൻറ്റർ വയനാട്, അതാണ് ഞാൻ കേട്ടത്. അത് നയിക്കുന്ന നിയോഗ പ്രാർത്ഥനകൾ 33 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയുടെ ഫലം. അത് ഞാൻ ഒരിക്കൽ ചെയ്തു. 33 ദിവസം ചെയ്തപ്പോൾ എനിക്ക് ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. നിയോഗ പ്രാർത്ഥനയിൽ 33 ദിവസം ഞാൻ ചെയ്തതിൽ 20 ദിവസം ആയപ്പോഴേക്ക് എനിക്ക് ജോലി റെഡിയായി, ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ വീണ്ടും 33 ദിവസത്തിൽ എനിക്ക് ഇനിയും 12 ദിവസം ബാക്കിയുണ്ട്. അതിനുള്ളിൽ എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഇന്ന് എനിക്ക് ആ വലിയ നിയോഗം സാധിച്ചു കിട്ടി. എന്താണെന്ന് വെച്ചാൽ ആ ജോലിയിന്മേലുള്ള വിസ ദൈവം എനിക്ക് അനുഗ്രഹിച്ചു തന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള വേറൊരു പ്രാർത്ഥന കരുണക്കൊന്ത എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഡെയിലി ഇങ്ങനെ ഇടുന്ന പ്രെയർ ഞാൻ മുട്ടുകുത്തി നിന്ന് ഒരു 3-4 തവണ കേട്ട് അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എഴുതി വെച്ചു 33 ദിവസം ഞാൻ ഈ കരുണക്കൊന്ത ചൊല്ലിയിട്ട് അതിൽ എനിക്ക് അങ്ങ് തീരുന്നതിന് മുന്നേ എനിക്കൊരു അത്ഭുതം അങ്ങ് കാണിച്ചു തരണം. എൻ്റെ നിയോഗത്തിന്മേൽ അങ്ങ് ഇടപെടണം. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥന അങ്ങ് ശക്തമായി ഏറ്റെടുത്ത് അതെനിക്ക് നടത്തി തരണം. അപ്പോൾ അതും ഇനിയും 10 ദിവസം ബാക്കിയുണ്ട്. 23 ദിവസം അത് കഴിഞ്ഞു. അപ്പോൾ അതും ഇന്ന് തന്നെ എനിക്ക് സാധിച്ചു തന്നു. ഈ 2 പ്രാർത്ഥനകളും 12 ദിവസം ഇനി ബാലൻസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് സാധിച്ചു തന്ന ആ ഈശോ തമ്പുരാനെ ഞാൻ ലോകം മുഴുവൻ അറിയിക്കുവാനും എൻ്റെ നന്ദിയും സ്നേഹവും എല്ലാം പ്രാർത്ഥനയുമൊക്കെ എന്നാൽ കഴിയുന്ന വിധത്തിൽ മഹത്വപ്പെടുത്താമെന്നും ഒക്കെയുള്ള എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ വാഗ്ദാനങ്ങളുമൊക്കെ ഞാൻ നിറവേറ്റുവാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റിയപ്പോൾ ഞാനത് എൻ്റെ വാഗ്ദാനം എന്നാൽ കഴിയുന്ന വിധം ഞാനും നിറവേറ്റുന്നു. അതിന് എന്നെ സഹായിച്ച ദൈവത്തിന് 1000 നന്ദി. അപ്പോൾ നിയോഗ പ്രാർത്ഥനയിൽ എനിക്ക് ഒരു വചനം ചൊല്ലിയാണ് ഞാൻ നിയോഗം ചെയ്തത്. ആ വചനം ഏതാണെന്ന് വെച്ചാൽ യെശയ്യാ പ്രവാചകൻ്റെ 45-ാം അധ്യായത്തിലെ 2-3 തിരുവചനങ്ങളാണ്. അത് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും എന്നുള്ള ഈ വചനം 33 തവണ നിയോഗ പ്രാർത്ഥനയായി ഞാൻ ചൊല്ലി. എന്നിട്ട് നസ്രായനായ എൻ്റെ യേശുവേ എന്നുള്ള പ്രാർത്ഥനയും കൂടി 33 തവണ ഞാൻ ചൊല്ലിയായിരുന്നു. 33 ദിവസം. അതാണ് അത് തടസ്സങ്ങൾ മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്നാണ് എനിക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഞാൻ ആ തടസ്സങ്ങൾ മാറാനും മുന്നിൽ കണ്ടുള്ള എന്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണോ ഈ നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ദിവസം തീരുന്നതിന് മുന്നേ എനിക്ക് സാധിച്ചു കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. കർത്താവ് അത് അതികൃത്യമായ രീതിയിൽ എനിക്കത് സാധിച്ചു തന്നു. മധ്യസ്ഥ പ്രാർത്ഥനയുടെയും ശക്തിയുണ്ട് ഇതിനകത്ത്. അതിലും മഹത്വം വയ്ക്കുന്നു. യൂദാസ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥ ശക്തിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയും ഇതിൽ ഞാൻ സഹായം ചോദിച്ചു വരുന്നു. അതും അവർ അത്ഭുതകരമായ രീതിയിൽ അത് സാധിച്ചു തന്നു. എല്ലാത്തിനും മേലൊരു സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഞാൻ ഈ ലോകത്തിന് മുന്നിൽ ഈ ചാനലിലൂടെ. കേൾക്കുന്നവർ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. പിന്നെ വചനത്തിൻ്റെ ശക്തി. വചനങ്ങൾ നമ്മൾ വിശ്വസിച്ച് അത് ഒരു വചനം തന്നെ കേട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളിങ്ങനെ അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ ആ വചനത്തിൻ്റെ മൂർച്ചയും ശക്തിയും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ സ്ഥാപിച്ചെടുത്ത് ദൈവമേ ഈ വചനത്തിൻ്റെ ശക്തി നീ വെളിപ്പെടുത്തി തരണമേ എൻ്റെ ഈ പ്രതിസന്ധിയിൽ, എൻ്റെ ഈ പ്രശ്നങ്ങളിൽ എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് ഞാനിങ്ങനെ
അതുപോലെ ഞാനിങ്ങനെ പറയും, ദൈവമേ, ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ സമാധാനമായി ഇരുന്നോളൂ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ മുന്നിലുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരുവാനും എൻ്റെ മുന്നേ വഴി നടത്തുന്ന എൻ്റെ ദൈവം ഉണ്ട് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ. ഞാൻ അതുകൊണ്ട് സമാധാനമായിരിക്കും എന്ന് പറഞ്ഞു ഒരു 33 എത്ര തവണ കൂടിയാലും പ്രശ്നമില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ വചനത്തിൻ്റെയും ശക്തി ദൈവമായി എനിക്ക് വെളിപ്പെടുത്തി തന്നു. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്നേഹിക്കുന്നു. വചനത്തെ വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുത്ത്, അധരം കൊണ്ട് തുറന്നു പറഞ്ഞ് ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു, നന്മകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, നേർച്ചകൾ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയത് പോലും ദൈവത്തിൻ്റെ ഹിതം കൊണ്ട് മാത്രമാണ്. ഞാനിതിനകത്ത് വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. വീഡിയോയുടെ ക്വാളിറ്റി പോലും നോക്കാതെ ഞാൻ ചെയ്യുന്നത്. ഒരാളെങ്കിലും കേട്ടാൽ എനിക്ക് അത്രയും സന്തോഷം, അത്രമാത്രം. അതിൻ്റെ പേരിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം. അതായി ഞാൻ കരുതുന്നു. എന്ത് തന്നെയായാലും എനിക്ക് മൈക്കെടുത്ത് ഒരു പബ്ലിസിറ്റി കൊടുത്ത് പറയാനുള്ള സാഹചര്യങ്ങളില്ലാത്തതിനാൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നു. അനുഗ്രഹം വരെ പോയി ചെയ്യുവാനുള്ള അത്രയും സാഹചര്യങ്ങൾ ദൈവമായിട്ട് കൊണ്ട് തരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ സമാധാനത്തോടെ. എന്ത് തന്നെയായാലും എൻ്റെ ജീവിതത്തെ ഇന്ന് ഏറ്റവും മുന്നോടിയായി നയിക്കപ്പെടുന്ന ഈ ദൈവികമായ അദൃശ്യമായ ഈ ശക്തിക്ക്, ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയപ്പെടുന്ന ഈ ശക്തിയായ ദൈവത്തിന്, ഈ ജീവനുള്ള ഏകദൈവസത്യ ത്രിയേക ദൈവസത്യമായ ഈ ദൈവത്തിന് മുന്നിൽ എൻ്റെ മനസ്സും ഹൃദയവും ആത്മാവും ശരീരവും എൻ്റെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും അംഗങ്ങളും എല്ലാം ഞാൻ സമർപ്പിച്ചുകൊണ്ട് എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന.